ഇത് തന്നെയാ വീട്, ഇറങ്ങിക്കോളൂ. രാമുണ്ണിയുടെ വീടല്ലേ ഇത്? അതെ. രാമുണ്ണി ഉണ്ടോ ഇവിടെ? ഉണ്ട്. എവിടെയാ അയാള്? ഞാൻ തന്നെയാ രാവുണ്ണിയാര്. ഓഹോ. മനസ്സിലായില്ല. മനസ്സിലാവില്ല. എങ്ങനെയാ മനസ്സിലാവുക? നടാട കാണുകല്ലേ. കുട്ടിയെ, മുറ്റത്ത് തന്നെ നിൽക്കണ്ട, അങ്ങോട്ട് കയറിക്കോളൂ. ഇത് അന്യ വീടൊന്നുമല്ല. ഹൈ, തനിക്കറിയില്ലേറ്റാലും തൻ്റെ സഹധർമ്മിണി ഉണ്ടല്ലോ, സരസ്വതി ടീച്ചർ, അവർക്കറിയാം, നല്ല അസലായിട്ടറിയാം. ആയ്മയില്ലേ ഇവിടെ? വിളിക്കുക. ആരാ? എന്താ, ടീച്ചർക്കും എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ? ഓർമ്മയില്ലേ? ചെറായിലെ കണ്ണാന്തി മനക്കിലെ ഭദ്രൻ നമ്പൂരി. ഈശ്വരാ, തിരുമേനിയെ കണ്ടിട്ട് ആദ്യം എനിക്ക് തീരെ മനസ്സിലായില്ല കേട്ടോ. കൊല്ലം എത്രയായി? കുറച്ചൊന്നുമല്ല, 16 വർഷത്തിലേറെയായി. ഞാൻ ചെറായി സ്കൂളിലായിരുന്നപ്പോ തിരുമേനിയുടെ ഇല്ലത്തായിരുന്നു താമസം. താമസിക്കാൻ സൗകര്യം ചോദിച്ചു. താമസം മാത്രമല്ല, ഊണും അവിടെ നിന്ന് ആയിക്കോളാൻ പറഞ്ഞു. 2 കൊല്ലം തുടർച്ചയായിട്ട് അവിടെ നിന്നായിരുന്നു ഭക്ഷണം. കാൽ കാശ് ഞാൻ വാങ്ങിയില്ല. അകത്തുള്ളവർക്ക് ടീച്ചറെ വലിയ കാര്യമായിരുന്നു. നങ്ങിയമ്മ മരിച്ച വിവരം ഒരുപാട് കഴിഞ്ഞ പിന്നെ ഞാൻ അറിഞ്ഞത്. 6 കൊല്ലായി. ആ, ടീച്ചർക്ക് ഈ കുട്ടിയെ മനസ്സിലായോ? അല്ല, ഉണ്ണിമായല്ലേ ഇത്? നങ്ങിയമ്മയുടെ അതേ ചായ തന്നെ കേട്ടോ. അപ്പൊ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടോന്നോ? കൊള്ളാം. ഞാൻ പോരുമ്പോ 2.5 വയസ്സ് കാണും ഈ കുട്ടിക്ക്. കേട്ടോ, എന്റെ ഒക്കത്തൊന്നും ഇറങ്ങില്ലായിരുന്നു. മാമുണ്ണണമെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. എന്ത് കുസൃതിയായിരുന്നോ. ഏതിലാ പഠിക്കുന്നേ? പ്രീ ഡിഗ്രി കഴിഞ്ഞു. ഇവളിക്കൊല്ലം BA-ക്ക് ചേരുക. ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരിക്കണേ. ഹൈ, ഇങ്ങനെയൊരു വീട് ഇവിടെ ഉള്ളപ്പോ ഇവളെന്തിനാ ഹോസ്റ്റലിൽ താമസിക്കണേ? നേരെ ഇങ്ങോട്ട് പോന്നു. കാര്യം ശൂദ്രന്മാരാണെങ്കിലും ടീച്ചറിന്റെ വൃത്തിയും ശീലവും ഒക്കെ നമ്പൂരിമാരില്ല. ഹായ്, മുൻകൂട്ടി അറിയിച്ച് അനുവാദം വാങ്ങേണ്ട കാര്യമുണ്ടോ? ടീച്ചർക്ക് ഒരു പഴയ കടം വീട്ടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു എന്ന് കരുതിയാൽ മതി. അതിനെന്താ? അല്ലേ മാഷേ, ഇവിടെ താമസിച്ച് പഠിക്കട്ടെ. വിവാഹം കഴിഞ്ഞൊന്നും അത് ഇങ്ങനെ ഏതാണ്ടൊരു മാഷുമായിട്ടാണെന്നും കേട്ടിരുന്നു. നേരിൽ കാണുന്നത് ഇപ്പഴാ. രാവുണ്ണി എന്ന പേര് അല്ലേ? രാവുണ്ണി നായർ എന്നാണ്. മുത്തച്ഛന്റെ കാലത്ത് ഇല്ലത്ത് ഇതേ പേരിൽ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ചെവി അശേഷം കേക്കില്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആള് ശുദ്ധഭാവായിരുന്നു കേട്ടോ. തിരുമേനി ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ആ സമയത്ത് ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്താച്ചാ സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങ് എത്തണം. പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേ, ഓർമ്മയില്ലേ? അവിടെ ഒരു കർമ്മമുണ്ട്, ഒരു ചെറിയ ഒളിസേവ. ക്ഷുദ്രക്രിയകൾക്കാണല്ലോ ഇപ്പൊ പ്രിയം. സ്വന്തം വീടാന്നങ്ങോട്ട് കരുതിക്കോളൂ. എന്താവശ്യമുണ്ടെങ്കിലും ടീച്ചറോടോ മാസ്റ്ററോടോ പറഞ്ഞാൽ മതി. ആവശ്യമുള്ളപ്പോൾ മാത്രം കത്തയക്കുക. ഇൻലൻഡിനും കാറിനും ഒക്കെ വലിയ വിലയാണേ. എല്ലാ അവധിക്കും വരണമെന്നില്ല. പഠിക്കാനുണ്ടാവുമല്ലോ. ഇല്ലാത്ത ആവശ്യമുള്ളപ്പോൾ അറിയിക്കാം. വരൂ. ഈ പുരയിടവും പറമ്പും ഒക്കെ കൂടി എത്ര കാണും? ഒന്നിച്ചില്ലുവാൻ ഏക്കർ കാണും. ഈ ചില്ലുവാനെന്ന് വെച്ചാൽ എത്ര സെന്റാഹേ? 72 സെന്റ്. ഇവിടെയൊക്കെ സെന്റിന് എന്ത് വില വരും? അന്വേഷിച്ചിട്ടില്ല. ഹൈ, അന്വേഷിക്കണ്ടേ? അവനവന്റെ മുതലിന് പിടിപ്പ് എത്രയുണ്ടെന്ന് അവനവൻ അറിഞ്ഞിരിക്കണം.
ഔ ആ ഈ പെട്ടിയെടുത്ത് അങ്ങ് അകത്ത് വയ്ക്കുക. വരൂ. മുഴുവൻ പൊടിയായിരിക്കും. ഇതൊന്നും തുറക്കാറേ ഇല്ല ഇവിടെ. ഞങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ. ആ കുട്ടി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ക്ഷീണം കാണും. വേണമെങ്കിലും ഒന്ന് മേലും കഴിക്കുള്ളൂ. മാഷേ, എന്ത് വകതിരിവേട്ടാ ടീച്ചറെ കാണിച്ചേ? ആ കുട്ടി ഇവിടെ കയറി താമസിപ്പിക്കാൻ നേക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ കുട്ടിയും കൂട്ടി ഇവിടെ വന്ന് ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ മാഷേ വയ്യ? പറയണം, മുഖത്ത് നോക്കി പച്ചക്കങ്ങ് പറയണം. അയാൾ ആര്, ദിവാൻ ബേഷ്കാരോ? അതൊക്കെ ആ കുട്ടി കേക്കണ്ടേ? മരങ്ങോടം നമ്പൂരി, അയാളുടെ ഒരു ചോദ്യവും വിസ്താരവും. ആ തിരുമേനി പണ്ട് ഇങ്ങനെയാ, എല്ലാവരും വെറുപ്പിക്കും. ദുഷ്ടനാ. പിന്നെന്തിനാ അയാളുടെ മകളെ ഇവിടെ കയറി താമസിപ്പിക്കാൻ സമ്മതിച്ചേ? നങ്ങേമ്മ ഓർക്കണ്ടേ, ഒരു കൂടപ്പിറപ്പിനെ പോലെ അവരെന്നോട് പെരുമാറിയിരുന്ന നല്ല തങ്കപ്പെട്ട ഒരു സ്ത്രീ. എന്തോ എനിക്കിത് വേണ്ടായിരുന്നു തന്നെയാ മനസ്സിൽ. മാഷൊക്കെ അങ്ങനെ ഒരു അഭിപ്രായമാണെന്ന് വെച്ചാ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞോട്ടെ. സൂത്രത്തിൽ എന്തെങ്കിലും കാരണം പറഞ്ഞങ്ങ് അയക്കാം. ഇനിയിപ്പോ വേണ്ട. ഏതായാലും ടീച്ചർ ഏറ്റുപോയില്ലേ, ആ വാക്കിന് വില ഉണ്ടാവണം. ഇവിടെ താമസിച്ച് പഠിച്ചോട്ടെ. വേറൊന്നും കൊണ്ടല്ല ടീച്ചറെ, നമ്മൾ രണ്ടാളും മാത്രമുള്ള ഒരു ലോകായത്. മൂന്നാമതൊരാള് വന്ന് അതിന്റെ സ്വസ്ഥത നശിക്കാൻ പാടില്ല. എനിക്ക് അത്രേ ഉള്ളൂ. ഒന്നും ഉണ്ടാവില്ലെന്നേ. അല്ല, അതെനിക്കറിയാം.